ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ ഈസ് മിത്ര വാസ് ഗെയിമിംഗ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഈ ട്രേഡിംഗ് ഹാളാണ് പറഞ്ഞത്. നമ്മൾ ഇന്നത്തേക്ക് ഈ ഇതിലേക്കല്ല പോകുന്നത്, നമുക്കൊരു മോഫാം പണിയണം ഗൈസ്. സോ ഞാൻ മോഫാം പണിയാൻ ഉദ്ദേശിക്കുന്നത് സാൻഡിലാണ്. ഞാൻ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നെതർപോർട്ടിൽ ഉണ്ടാക്കിയായിരുന്നു. അതെനിക്കൊന്ന് മുകളിലോട്ടാക്കിയാലോ എന്നൊരു പ്ലാൻ ഉണ്ട്, പക്ഷെ ഇന്നത്തെ എപ്പിസോഡിൽ അത് നടക്കുമെന്ന് അറിയില്ല. പിന്നെ അപ്പം നമ്മളൊരു സാൻഡ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഞാനത് മറ്റേ വേൾഡ് മാപ്പ് എന്തോ സാധനം ഉപയോഗിച്ചാണ് ഞാൻ കണ്ടുപിടിക്കുന്നത്. പക്ഷേ ഗൈസ്, ഇതെന്ന് എൻ്റെ കയ്യിൽ ഇങ്ങനെ ആരംഭം കണ്ടതിൻ്റെ സൈഡിൽ റെഡ് സ്റ്റോൺ ഒക്കെ അതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ ഇന്നലെ നമ്മുടെ ക്രിസ്മസ് ആയിരുന്നു, അതായിരുന്നു ഇന്നലെ വീഡിയോ ആയിരുന്നത്. പിന്നെ കുറച്ച് ദിവസം നമുക്ക് കുറച്ച് പണിയുണ്ടായിരുന്നു, പിന്നെ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ വീഡിയോ ഇടാതിരുന്നത്. സോ ഇത് ഞാൻ ഇട്ടേക്കുന്ന ടെക്സ്ചർ പാക്ക് അല്ല, ഇത് മൈൻക്രാഫ്റ്റ്സ് തന്നെ ഇട്ടേക്കുന്നതാണ്. പിന്നെ എനിക്കിതടിക്കും, കാരണം ഈ ചെസ്റ്റിന് മാത്രം പ്രശ്നമുണ്ട്, ബാക്കി ഒരു ചെസ്റ്റിന് പ്രശ്നമില്ല. അത് മാറും ഗൈസ്, തണുത്ത മാറും. ഇതിപ്പോഴത്തേക്ക് മൈൻക്രാഫ്റ്റ്സുകാർ ഇട്ട് വെച്ചേക്കുന്നതാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതിപ്പം എൻ്റെ കയ്യിൽ എന്തൊക്കെയോ ഓടുന്നത്, അതൊന്നും എനിക്ക് മനസ്സിലാകാത്തത്. അത് വിട്ടുകളാം. ഞാനൊന്ന് സാൻഡ് വില്ലേജിൻ്റെ അവിടം വരെ എനിക്ക് ഒബ്സിഡിയൻ ഇല്ല ഗൈസ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കൊരു 10 ഒബ്സിഡിയൻ പൊളിക്കണം. അപ്പോൾ ഞാനത് പൊളിച്ചിട്ട് ഇപ്പോൾ വരാം ഗൈസ്. നമ്മൾ അപ്പോൾ ഒബ്സിഡിയൻ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ആ കോർഡിനേഷൻ എത്തിയിട്ട് അങ്ങനെ അറിയിക്കാം. അപ്പം പോർട്ടിൽ വന്നിട്ടുണ്ട്, കുറേ ദൂരം നടന്നു. അപ്പോൾ നമുക്ക് കയറാം. നമ്മളിപ്പോൾ ചെല്ലുവാണെങ്കിൽ കൃത്യം ഡെസേർട്ടിൽ ചെല്ലണം. അത് ലോഡാകട്ടെ. അവസാനം ഡെസേർട്ടിൽ ചെല്ലും. എനിക്ക് കുറേ ഐറ്റംസ് എടുക്കാറുണ്ട്. സോ ഞാൻ വീട്ടിൽ എത്തിയിട്ട് ബാക്കി ഐറ്റംസ് എടുത്തിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ കഴിയാം. സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സാധനങ്ങൾ. ഇനി നമുക്കൊരു 3 ഐസിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. നമുക്കപ്പം നമ്മുടെ വാണ്ടറിംഗ് ട്രേഡർ വന്നായിരുന്നു, പുള്ളി എന്തോ ഐസ് കളിക്കുന്നുണ്ടായിരുന്നു. സോ നമ്മൾ ഒരു ചെറിയൊരു നമ്മൾ താഴെ ഒരു 3 ഇത് കണ്ടുപിടിച്ചായിരുന്നു. നമുക്ക് പിന്നത്തേക്ക് പൊളിക്കാൻ വേണ്ടി വെച്ചിരുന്നതായിരുന്നു. ബട്ട് ഇത് കണ്ടപ്പോൾ പിന്നെ എനിക്കിത് ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ അതെടുത്തു. ഇവിടെ നമ്മുടെ ഫാം നമ്മൾ പണിയാൻ പോവാണ്. അപ്പം ഈ പണിഞ്ഞ് കഴിഞ്ഞിട്ട് കാണിക്കാം ഗൈസ്. ഈ വീഡിയോ എല്ലാ ദിവസത്തെ വീഡിയോക്കാളും കുറച്ച് ഷോർട്ടായിരിക്കും, സോറി ഗൈസ്. മാരണം നമ്മൾ ഫാം ഉണ്ടാക്കിക്കൊണ്ടിട്ട് മണ്ടയിൽ ചെറുതായിട്ട് ചാടി ചത്തു. ഞാൻ പിന്നെ ഇവിടെ റീസ്പോൺ പോയിന്റ് വെച്ചിട്ടുണ്ടായിരുന്നു. സാധനങ്ങളിലെ ഇപ്പോൾ കത്തിപ്പോയി. വേഗം ഫുണ്ടാസ്റ്റിക് സെറ്റാക്കി ഇരിക്കും വരാം ഗൈസ്. അപ്പോൾ നമ്മുടെ ഫാം പണി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വീട് വരെ ഒന്ന് പോയി ഫുഡ് എടുക്കാൻ വന്നതാണ്. ഇതാണ് നമ്മുടെ ഫാം. ഈ ഫാം നമ്മുടെ സുധീരെ ചാനലിൽ നമ്മളൊരു വീഡിയോ കണ്ടുവരുന്നപ്പോൾ നമുക്ക് ഈ ഫാമിന് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ വേറൊരു യൂട്യൂബറാണ് പണിയുന്നത്, പുള്ളിയുടെ ഫാം നമുക്ക് നമ്മളങ്ങ് പണിഞ്ഞു തരുന്നുണ്ട്. ഇതാണ് ഫാം. കുറേ നേരം എടുത്തു ഗൈസ്. പിന്നെ ഇവിടെ എൻ്റെ ബോട്ടിംഗ് ടൈമിങ് കുറച്ച് കുറവായതുകൊണ്ട് നമ്മളിവിടെ ഇങ്ങനെ ഒരു സാധനം വെച്ചു. അപ്പോൾ അവന്മാർ അവിടെ നിന്ന് ചത്തോളും. ഈ ക്രീപ്പറാണെങ്കിൽ ഇവിടെ കിടന്ന് ചാടിക്കൊണ്ടിരിക്കുക, അതുകൊണ്ട് ചാകുന്നില്ല. സോ അവിടെ ഇരുന്ന് ചത്തവൻ ഇങ്ങോട്ട് വന്നോളും. പിന്നെ നമുക്ക് AFK വരെ നമ്മൾ നിന്നില്ല. എന്നാലും നമുക്ക് അത്യാവശ്യത്തിനുള്ള സാധനം വരുന്നുണ്ട്. നമുക്ക് അടുത്ത ദിവസം ഒരു ട്രീ ഫാം പണിയാനുണ്ട്. ഞാൻ ഇപ്പോഴത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ഇനിയും കുറച്ച് ടൈം ബാക്കിയുണ്ട്. സോ നമുക്ക് ഫ്ലാഗ് ഉള്ളവന്മാരെ നമുക്ക് കൊല്ലം ഗൈസ്. ഇല്ല ഗൈസ്, ഇപ്പോൾ 2-3 ആളുമാർ വന്നിട്ട് ഫ്ലാഗ് ഉള്ളവന്മാരും ഇല്ല. സോ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മുടെ നെതർപോർട്ടിൽ ഒന്ന് മറ്റേ അവിടെ മണ്ടയിലാക്കിയാലോ എനിക്ക് ഒരു ആലോചന ഉണ്ട്. നമ്മുടെ എവിടെയാണ് ബെഡ് റോക്കൻ മണ്ടയിൽ, അതാണെങ്കിൽ നമുക്ക് കുറച്ച് എളുപ്പമായാലേ. ഇല്ലെങ്കിൽ നമ്മളിത് കുറേ ദൂരം ചുമ്മാ നടന്ന് കണ്ടുപിടിക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്കൊന്ന് കുറച്ച് പ്രശ്നമാണ്. അപ്പോൾ നമുക്കതൊന്ന് നോക്കണം ഗൈസ്. അത് നോക്കിയിട്ട് ഞാൻ പറയാം. എനിക്ക് തോന്നുന്നത് അത് വേണ്ടി വരും. പിന്നെ AFK പോയിന്റ് നമ്മൾ ഇപ്പോഴത്തേക്ക് നമുക്ക് എലൈട്ര ഓർ നോട്ട് എനി ഐറ്റംസ് വി ഹാവ്. സോ ഇപ്പോഴത്തേക്ക് ഇങ്ങനെ പോവാം. ഇപ്പോഴത്തേക്ക് കണ്ടോ, ഇപ്പോൾ ഞാൻ കണ്ടോ കുറച്ച് ടൈം സമയമുണ്ട്. അപ്പം ഈ സ്കെലിറ്റൻ മാത്രം സ്പൈഡേഴ്സ് മാത്രം വിഷയമാണ് ഗൈസ്. അമ്മമാർ മാത്രം രക്ഷപ്പെടും. അല്ലെങ്കിൽ അവന്മാർ ഇത്ര നേരം
സ്പോണായത് ടൈമിംഗ് അനുസരിച്ചായിരുന്നു. പക്ഷേ നമ്മുടെ ടൈമിംഗ് എന്തോ ബോട്ടിൽ ടൈമിംഗ് എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ട് എല്ലാം താമസിച്ചിരിക്കുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന എൻ്റെ ബെഡ് ഒരു ക്രീപ്പർ പൊട്ടി കേസ്, അതുകൊണ്ട് ആ ബെഡ് പോയി. അപ്പോൾ സോ ഇന്ന് രാത്രി ആവുന്നതിന് നമുക്ക് എൻ്റെ വീട്ടിലൂടെ ഞാൻ നടക്കണം, എൻ്റെ വഴി നെതർ വഴി. പിന്നെ അവിടെ ചെന്ന് ഞാൻ ഇത് പണിയുള്ള സാധനങ്ങൾ സെറ്റാക്കാം. പിന്നെ ഇപ്പം നമ്മൾ സോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എന്ത് സാധനം വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഈ ചെസ്റ്റിനകത്ത് ഗൺ പവർ, ഇതിനകത്ത് ആരോ, ഇതിനകത്ത് എന്താ സ്ട്രിങ്, ഇതിനകത്ത് റെസ്റ്റോണ്, ഇത് മറ്റേ സാധനം ഗ്ലോസ്റ്റോൺ ഡസ്റ്റ് വിച്ച് വരുമ്പം ഇതിനകത്ത് ബോട്ടിലും, പിന്നെ ഇതിനകത്താണ് ബോണ്. ഇതിനകത്ത് നമുക്ക് പിന്നെ ആവശ്യമില്ലാത്ത സാധനം വരുവാണെങ്കിൽ ഇത് കത്തിച്ചും കളഞ്ഞോളും. അതാണ് ഇപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, ഇപ്പോൾ അവന്മാരൊക്കെ ഒന്ന് സ്റ്റക്കായി വന്നിട്ട് ചത്തിട്ട് ഇനി ഇങ്ങോട്ട് വരും. അപ്പോൾ ഞാനൊന്ന് വീടെത്തില്ലേ, എന്നിട്ട് വീടെത്തിയിട്ട് നമുക്ക് അവിടെ നിന്ന് ഇത് മണ്ടയിലേക്ക് ആക്കാനുള്ള ബ്ലോക്ക് സെറ്റാക്കണം. പിന്നെ അത് പൊട്ടിക്കാനുള്ളത് സെറ്റാക്കണം. ഇവിടെ നിന്ന് TNT ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് ഇതെടുക്കണം, കുറച്ച് സാൻഡും എടുത്തേക്കാം ഗൈസ്. ഞാൻ പറയട്ടെ 5 4 എത്ര TNT വേണമെന്ന് എനിക്കറിയില്ല ഗൈസ്. അതുകൊണ്ട് നമുക്ക് ഇപ്പോഴത്തേക്ക് നമ്മൾ AFK ഒന്നും നിന്നിട്ടില്ല, AFK എന്ന് പറഞ്ഞ സാധനം നിന്നിട്ടില്ല. അയ്യോ. അപ്പോൾ ഗൈസ് ഞാൻ വീട് എത്തിയിട്ട് ഞാൻ ഈ സ്പൈഡറൈക്ക് ഉള്ളത് ഉണ്ടാക്കിയിട്ടില്ല ഗൈസ്. സ്പൈഡറൈ നമുക്ക് ആവശ്യമില്ല ഗൈസ്. ഇനി ആവശ്യം ഉണ്ടെങ്കിലും നമുക്ക് ഒരു ഇതും കൂടെ പിടിപ്പിച്ചാൽ മതി എന്നാണ്. അത് എളുപ്പം ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് 23 നമുക്ക് മതിയായിരിക്കും. സോ ഞാൻ വീടെത്തിയിട്ട് ഇതൊന്ന് സാധനങ്ങൾ സെറ്റാക്കിയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഗൈസ് നമുക്ക് കുറേ നേരം കൊണ്ട് വീടെത്തി, 109 ദിവസമായി ഇപ്പം അതിലൊക്കെ നടന്നു തോന്നുന്നു. ഞാൻ പറയും ഗൈസ്, നമുക്ക് പെട്ടെന്ന് ഒരു പോർട്ടൽ മണ്ടയിലോട്ട് പണിയാം, അല്ലെങ്കിൽ ഭയങ്കര പണി. ഞാൻ 2-3 തവണ അങ്ങനെ ചത്തുമെന്ന് ചോദിച്ചാൽ ഇല്ല, ചെറുതായിട്ടൊക്കെ ചത്തു. ചാകാറായി. ഇപ്പം ചത്തു ഗൈസ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകണം. അതിന് മുമ്പ് എനിക്ക് ഇന്ന് രാത്രി ഇന്ന് പണിഞ്ഞുകൊണ്ട് നമുക്കൊന്ന് AFK അവിടെ നിൽക്കണം. ഒരു നാളെ നമുക്ക് ഫസ്റ്റ് എപ്പിസോഡ് നമുക്ക് നോക്കാം അവിടെ എത്ര കിട്ടിയെന്ന്. അത് നമുക്ക് നാളെ ഞാൻ കാണിക്കുന്നതായിരിക്കും. പിന്നെ എനിക്ക് നാളെ ഒരു വുഡ് ഫാം പണിയണം, പിന്നെ ഒരു റെയ്ഡ് ഫാം പണിയണം. അതിനിടയ്ക്ക് റെയ്ഡ് ഫാം അല്ല, അതിന് മുമ്പ് വുഡ് ഫാം പണിഞ്ഞ ശേഷം നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു ഇത് പണിയാൻ പോകും ഗൈസ്. നമ്മൾ എന്താന്ന് വെച്ചാൽ ആ വില്ലേജർ വില്ലേജർ ട്രേഡിംഗ് ഹാൾ ഒന്ന് സെറ്റാക്കണം. നമുക്ക് ഡയമണ്ട് ആർമിലേക്ക് കിടക്കണം, എന്നിട്ട് ചെറുതായിട്ടൊന്ന് OP ആകണം. അതൊരു 2-3 എപ്പിസോഡ് അങ്ങ് വെറുതെ പോകും അങ്ങനെ ചെയ്ത്. അത് പോട്ടെ. എന്നിട്ട് അതിന് പിറ്റേ ദിവസം നമുക്ക് ഒരു ഈ ഫാമും കൂടെ റെയ്ഡ് ഫാമും കൂടെ പണിഞ്ഞിട്ട് അവന്മാരെയും കൊന്നിട്ട് ടോട്ടോ എടുത്ത് നമുക്ക് നേരെ വിടാം. എന്നിട്ട് നമുക്ക് അവനെ തീർക്കാം. ഡ്രാഗനെ ലേറ്റർ എടുത്തുണ്ടോ, അതിനകത്ത് നമുക്ക് സുഖമായിട്ട് അതിനുമ്പ് ഈ ഫാം കൂടെ പണിഞ്ഞിട്ട് പോകാം ഗൈസ്. ഏതെന്ന് വെച്ചാൽ മറ്റേത് ഇവിടെ ലാഗിപ്പോഴുണ്ട് ഗൈസ്. ഓക്കെ, അവർക്ക് ഡബ്ര മറ്റേ ഫാം കൂടെ പണിയണം. ഷുഗർ കെയിൻ. പിന്നെ ഗൈസ് ഞാനിതുവരെ പറയാൻ മറന്നു പോയി, സോറി ഗൈസ്. ഹാപ്പി ക്രിസ്മസ് കഴിഞ്ഞെന്ന് എനിക്കറിയാം, പക്ഷേ ഹാപ്പി ക്രിസ്മസ്. സോ അടുത്ത ഹാപ്പി ന്യൂ ഇയറിൻ്റെ അന്ന് നമുക്ക് വീഡിയോ നോക്കാം ഗൈസ്. എനി ടൈപ്പ് ഓഫ് ബിൽഡ്സ്. എനിക്കൊരു ക്ലോക്ക്, ഞാൻ കഴിഞ്ഞ ദിവസം സുധീകരൻ്റെ വീഡിയോ കണ്ടപ്പം അതിനകത്തൊരു ഇത് കണ്ടായിരുന്നു, പുള്ളി പണിഞ്ഞ ഒരു ക്ലോക്ക്. അതെനിക്ക് ഇവിടെ നടുക്കായിട്ട് ഉണ്ടാക്കി വെക്കണമെന്നുണ്ടാകുന്നുണ്ട്. നമ്മുടെ അയൺ ഫാമിൻ്റെ ഒക്കെ അവിടെ തന്നെ. അതൊക്കെയാണല്ലോ ആ സാധനം ഞാനൊന്ന് സെറ്റാക്കിയിട്ട് വരാം. ഈ പോർട്ടൽ ഞാൻ പൊട്ടിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പൊട്ടിക്കണമല്ലോ വല്ല, അല്ലെങ്കിൽ ലിങ്ക് ആവില്ലല്ലോ. ഒരു കേസ് ഞാൻ ചെറിയൊരു മണ്ടത്തരം പറഞ്ഞു. ഓക്കെ, നമ്മളിത് പൊട്ടിക്കണം. അതിന് മുമ്പ് ഞാൻ ഒരെണ്ണം മാത്രം അവിടെ നിന്ന് പൊട്ടിക്കുന്നുള്ളൂ കേസ്, അത് അവിടെ ഇരിക്കട്ടെ. അത് ഇനി എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ നമുക്ക് താഴോട്ട് ഇറങ്ങണമെങ്കിൽ അതിൽ കൂടെ ലിങ്കാക്കി കയറി പോകാമല്ലോ. അതുകൊണ്ട് അത് ഞാൻ അവിടെ വെക്കും. പിന്നെ 16 ഒബ്സിഡിയനും വേണം. അപ്പോൾ ഞാൻ ഒബ്സിഡിയൊക്കെ താഴെ പോയി സെറ്റാക്കി ഇട്ടേ ഗൈസ്. അപ്പോൾ നിങ്ങൾ കൂടെ പോരെ ഗൈസ്. നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ കിട്ടി. നമുക്കൊരു 4 എൻട്രപ്പ് എൻ്റെ ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം കുറേ എൻട്രമാനെ കണ്ടപ്പം ഗൈസ് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഐസ് മേടിച്ചത് ഇത് കണ്ടോ, ഇവിടെ എമറാൾഡ് ഉണ്ടായിരുന്നു, നമ്മൾ അത് വെച്ചാണ് മേടിച്ചത്. നിങ്ങൾക്ക് അതും ഡൗട്ടാണെങ്കിൽ പിന്നെ അവൻ എന്ത് ചെയ്യണ്ടേ. അപ്പോൾ ഗൈസ് ഇപ്പോൾ കുറച്ച് ബ്ലോക്ക് എടുക്കണമായിരുന്നു.
അപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് എടുക്കട്ടെ. ബ്ലോക്കൊന്നും ഇല്ല, എല്ലാം കാമ്പാനി തീർന്നു ഗൈസ്. ഇനി പണിയാൻ പോകുന്ന ഒരു ഫാം കൂടെ പണിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ഫാം പണിയും. ഡയമണ്ട് പിക്കാക്സ് പോയിട്ട് വേണം ഗൈസ്. ഫിൻഡാസ്റ്റീൽ വേണം ഗൈസ്. അയ്യോ, ഫിൻഡാസ്റ്റീൽ ഞാൻ മറ്റേത് അവിടെ വെച്ചോ, പണി മാറി. സ്വർണ്ണം ഉണ്ടാക്കാം. സ്വർണ്ണം അവിടെ ഇരിപ്പുണ്ട് ഗൈസ്, അത് ഞാൻ കളഞ്ഞൊന്നും അറിയില്ല. ഡയമണ്ട് പിക്കാക്സ് എൻ്റെ ഇരിപ്പുണ്ട്, ഞാൻ നേരത്തെ എടുത്തേന്ന് ഗൈസ്. ഈ ബ്ലോക്ക് പോരാൻ തോന്നുന്നു ഗൈസ്, ഞാനിപ്പം മൈൻഡ് ചെയ്തിട്ട് ഇപ്പോൾ വരാം ഗൈസ്. പിന്നെ നമുക്ക് കുറച്ച് ലാഡർ വേണമല്ലേ, ഈ 4 മതിയോ? കുറച്ചും കൂടെ എടുത്തേക്കാം. അങ്ങനെയല്ല, നമുക്ക് എൻട്രപ്പിൽ ചെയ്യണമെങ്കിലും കുറച്ച് ലാഡർ വേണമല്ലോ. 22 അതൊക്കെ മതി. അല്ല, ഞാനിനി ഒരിക്കലും താഴോട്ട് ഇറങ്ങുന്നില്ല ഗൈസ്, ഒരിക്കലും നമ്മളിനി താഴത്തെ ഭൂമിയിലേക്ക് ഇറങ്ങുന്നില്ല. അത് നമുക്ക് ആരും കാണാതെ ഫസ്റ്റ് നമ്മൾ പൊളിക്കണം, അത് കുറച്ച് വിഷയം. ഞാനൊരു ഫുൾ നെതർ പോർട്ടൽ പണിയാണ് ഗൈസ്, അത്രയും ഇതെടുത്തേ. ഇത് പൊളിക്കണം, പൊളിയുന്നുണ്ടോ എന്തോ. ഇത് നമ്മൾ ഇട്ടേക്കുന്നൊരു പിക്സലി എന്ന് പറഞ്ഞ ഒരു ടെക്സ്ചർ പാക്കാണ്. നമ്മൾ കഴിഞ്ഞ ഏതൊരു എപ്പിസോഡിലും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാനിത് കുറേ ദിവസത്തേക്ക് ഓഫ് ചെയ്ത് വെച്ചേക്കായിരുന്നു. ഇപ്പോൾ നമ്മൾ വീണ്ടും ഇട്ടിട്ടുണ്ട്, കാരണം ടെക്സ്ചർ പാക്ക് ചുമ്മാ ഇട്ടേക്കുന്നത് ഗൈസ്. ഓഫ്. അപ്പോൾ പോർട്ടൽ, ദിസ് ഈസ് അവർ ഫൈനൽ മീറ്റ്. ഓ, ഇത് കുറേ ദൂരത്ത് പോകണം എനിക്ക്. ഓ മൈ ഗോഡ്, അറ്റാക്ക് ഓടി ഗൈസ്. 40 ബ്ലോക്കൊന്നും പോരായിരുന്നു. ബൈ. മാക്സിമം ബ്ലോക്ക് ചെയ്താൽ എനിക്കറിയില്ലല്ലോ, അതും പണി ഇനി. എന്തെങ്കിലും കാണിക്കാം. പണ്ട് എഴുതിയിട്ട് ഇത് പൊട്ടിക്കാൻ അറിയില്ല. എൻ്റെ ഒരു ഐറ്റംസ് കുറവാണ് ഗൈസ്, ഇത് പൊട്ടിക്കാൻ ഉള്ളത്. പൊട്ടും ഇല്ലെന്നെന്താ, ഹോട്ടൽ പണിയാനുള്ളത് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഹോട്ടലിൻ്റെ കോർഡിനേഷൻ മറന്നുപോയി. വീണ്ടും എത്തിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഈ സൈഡിലുള്ളതൊക്കെ പൊട്ടിച്ച് നോക്കാം. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്, കണ്ടിരിക്കുന്നത്. ഇതാണ് ഗൈസ് മാക്സിമം ലെവല്. ഇതൊന്നും കാണുന്നില്ല. ഏറ്റവും ഇഷ്ടമില്ലാത്ത പണി ഇതാ, ഞാൻ ഇതുവരെ പൊട്ടിച്ചിട്ടില്ല ഒരു സർവൈവലുകളിലും. ഒരു സെർവർ ഞാൻ എൻ്റെ കൂട്ടുകാരനുമായിട്ട് പൊട്ടിച്ചു, അതെല്ലാം ഞാൻ ഇതുവരെ പൊട്ടിച്ചിട്ടില്ല. അതാണ് തോന്നുന്നു ഗൈസ്, അങ്ങനെ എനിക്കത് അറിയില്ല. ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, എനിക്കിതാണോ നോക്കാം. ഇതെങ്ങനെ അറിയേണ്ടതെന്ന് എനിക്കറിയില്ല, അതാണ് ഏറ്റവും കോമഡി. ഇത്ര എളുപ്പമായിരുന്നു. ഇതാന്ന് തോന്നുന്നു ഗൈസ്. നമ്മൾ ഇപ്പോൾ വരാം ഗൈസ്, നോക്കിയിട്ട് നമ്മൾ 1.21.10 ഇപ്പോൾ നോക്കിയിട്ട് വരാം ഗൈസ്. ഇത് തന്നെയാണ്. അപ്പോൾ നമുക്കിത് പൊട്ടിക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ലല്ലോ. വെയിറ്റ്, നമ്മുടെ പോർട്ടലിൻ്റെ കോർഡിനേറ്റ്സ് നോക്കിയിട്ട് ഇപ്പോൾ വരാം ഗൈസ്. ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ ദേഷ്യപ്പെടരുത്, ഞാൻ പോർട്ടലിൻ്റെ കോർഡിനേറ്റ്സ് എഴുതിയില്ല. കുഴപ്പമില്ല, നമുക്ക് ഇവിടെ അടുത്ത് തന്നെ ആയിരിക്കും. നമുക്ക് ചുമ്മാ പോയിട്ട് തുറന്ന് നോക്കണം. ഇത് അവിടെ തന്നെ പോയി ചടിയാൽ മതിയായിരുന്നു. അത് കുറഞ്ഞ്, നന്നായി കുറഞ്ഞു. എനിക്ക് 2 അവിടെ വേണം. നോക്കാം. ഞാൻ ഈ പോർട്ടലൊന്ന് ഊരിയെടുക്കട്ടെ. കേട്ടെ, ഞാൻ എങ്ങനെയും ഒന്ന് കണ്ടുപിടിച്ചിട്ട് വരാം.
എങ്ങനെ പോയാലും നമ്മുടെ വീഡിയോ ലെങ്ത് കൂടാണല്ലോ ഗൈസ്. ഇന്നത്തേക്ക് നമുക്ക് ഇത് മറ്റേതും കൂടെ മണ്ടയിലേക്ക് ആക്കണം ഗൈസ്. ഇതിനേക്കാളും പ്രശ്നമാണ് നമുക്ക്. അപ്പം ആദ്യമേ ഈ പോർട്ടിൻ്റെ ഇത് പൊട്ടിക്കാം. എന്നാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അത് ശരിയാ. ഇത് പൊളിച്ചെടുക്കുമ്പോഴത്തേക്ക് സമയം പോകും ഗൈസ്. എന്നാൽ പിന്നെ നമുക്കത് പൊട്ടിക്കാൻ നേരം ആകുമ്പോൾ കാണിക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ പൊളിച്ചെടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഇതെങ്ങനെയാണ് പൊട്ടിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഇതല്ലായിരുന്നു. ഇതല്ലെങ്കിൽ പണി തീർന്നു നോക്കാം ഗൈസ്. പണി തീരാനൊന്നുമില്ല. നമ്മളെങ്ങനെയും പോർട്ടൽ കണ്ടുപിടിച്ചങ്ങ് ചാടും. പക്ഷേ ഇത് വർക്കാവുമെന്ന് അറിയില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതുണ്ടാക്കുന്നത്. പക്ഷെ ഒന്നും കാണാൻ പറ്റുന്നില്ല എനിക്ക്. പക്ഷെ അതായത് ഇതിങ്ങനെ വെക്കണം. ഗൈസ് എനിക്കറിയായിരുന്നു. സോ നമ്മൾ ഇപ്പോൾ വരാം ഗൈസ്. നമ്മൾ ഈ വേൾഡിൻ്റെ ഒരു ചെറിയൊരു ബാക്കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഞാൻ അത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓ വെയിറ്റ്, സോറി ഗൈസ്. നമ്മൾ ഇപ്പോൾ എടുത്തതിൻ്റെ തന്നെയായിരുന്നു. അത് നമുക്ക് ഇപ്പോഴത്തേക്ക് മാറ്റിയിട്ടുണ്ട്. സോ ഈ തവണയിൽ ശരിയായി മതിയായിരുന്നല്ലോ. 1 2 3 ഗൈസ്. ഞാൻ പ്ലേസ് ബട്ടൺ എല്ലാം ഞെക്കിയ ഗൈസ്. 1 more ടൈം ഗൈസ്. ലാസ്റ്റ് ആൻഡ് ഫൈനലാണ്. ഇതും കൂടി ഇല്ലെങ്കിൽ ഞാനങ്ങ്, അതായത് വെയിറ്റ്, 3 2 1 സ്റ്റാർട്ട്. ഗൈസ് ചെറിയൊരു മിസ്റ്റേക്ക്. ഇപ്പോൾ അടുത്ത് ഗൈസ് ഈ ബാക്കപ്പ് എടുത്ത് ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഗൈസ്. ഈ തവണ ശരിയായില്ലെങ്കിൽ അടുത്ത് എനിക്കറിയാം ഫസ്റ്റ് ടൈം. പക്ഷേ ഞാൻ ചോദിച്ചോല്ലേ ഗൈസ്, ഞെക്കി പിടിക്കുകയാണ് ചെയ്യേണ്ടത് തൊട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യേണ്ടത്? ഞാൻ ഈ തൊട്ടുകൊണ്ടിരിക്കാൻ പോവാം. ഞാൻ ഇപ്പോൾ വരാം. യെസ്, ലാസ്റ്റ് ആൻഡ് ഫൈനൽ. ഇത് വർക്കാവുമോ? അല്ലെങ്കിൽ ഞാൻ വേറൊരു സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ ഇത് ചെയ്ത് നോക്കാം ഗൈസ്. വേറെ രീതിയിലുള്ള സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് ഇത്തവണ ഇത് വർക്കാവും നോക്കാം. പൊട്ടിയൊന്നും അറിയാൻ മതി. ഇപ്പം നോക്കിയിട്ട് വരാം ഗൈസ്. അവസാനം അത് പൊട്ടിയിട്ടിട്ടുണ്ട്. നമ്മൾ ചത്ത് തിരിച്ചു വന്ന് നോക്കിയപ്പം പൊട്ടിയിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്താ നമുക്ക് ഇവിടെയാണ് നമ്മുടെ പോർട്ടൽ. 37,000 ഇത് 38. അത്രയും ഡിഫറൻസ് വല്ല പ്രശ്നമുണ്ടോ? പിന്നെ മറ്റേതിൻ്റെ കോർഡിനേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. സോ നമുക്ക് അതും കൂടി ഇവിടെ ഒന്ന് പണിഞ്ഞ് വെക്കാം. ഇതെന്ത് എല്ലാം ഇവിടെ വന്നിരിക്കുന്നത്? നിൽക്കുക. 11:37 എന്നെ കാണിച്ചത്. 11 36 11 34. ഗൈസ് നമുക്ക് നോക്കാം. ഇവിടെ ഇതൊന്ന് പൊട്ടിച്ച് നോക്കട്ടെ.
കാടോ? ഓ, നമ്മൾ ഇവിടെയാണോ? ദൈവം ചെയ്യാം. ഈ പോർട്ടിൽ കയറുമ്പോൾ എന്ത് സംഭവിക്കുന്നു കണ്ടറിയാം. അപ്പോൾ നമുക്ക് നോക്കാം ഗൈസ്. ഇത് കയറുമ്പോൾ എവിടെ സ്പോൺ ആവും? അവിടെ തന്നെ സ്പോൺ ആയ യെസ്. പിന്നെന്താ, ഇതിപ്പോൾ നമ്മളിവിടെ വന്ന് സ്പോണായി. ഇത് കയറുമ്പോൾ പ്ലീസ് വീട്ടിൽ ചെന്നിക്കണം. യെസ്. ഗൈസ്, അപ്പോൾ നമ്മൾ അത് കണക്റ്റ് ആയിട്ടുണ്ട്. സോ നമ്മുടെ എൻ്റെ കയ്യിലുള്ള ഈ സാധനം എനിക്കിതിന് വേണ്ട, എനിക്ക് കാണണ്ട. ഒരു തവണ എന്നെ കൊന്നതായത്. ഇതാ എന്നാ 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 ഡിസ്പോണാവട്ടെ ഗൈസ്. അപ്പോൾ നമുക്ക് മറ്റേ പോർട്ടിൽ പണിയാനുള്ള സാധനം ഞാൻ പോയി എടുത്തിട്ട് ആ പോർട്ടലിലെ കോർഡിനേറ്റ്സ്, ജസ്റ്റ് ഇതാണ് കോർഡിനേറ്റ്സ്. നമുക്കൊന്ന് കയറി നോക്കാം. ജയിച്ചു. എനിക്കറിയില്ല, 7 കിലോമീറ്റർ ഉണ്ടായിരുന്നു ഈ സാധനം. അത് നമുക്ക് നോക്കാം. എൻ്റെ മറ്റേ 11 നല്ല ദൂരമുണ്ട് അങ്ങോട്ടാ. ഇത് ഫുള്ളിട്ടാൽ കാണാൻ പറ്റുമോ? അടിച്ചു പോവുകയാണെങ്കിൽ ഗൈസ്. അപ്പോൾ നമുക്ക് അറിയാമല്ലോ. അപ്പോൾ നമ്മൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈസ് മീ ത്രില്ലോസ് ഗെയിമിംഗ് സൈനിങ് ഔട്ട്. ബൈ ബൈ ടൈറ്റ.